ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് ഞാനും തനിക്കുട്ടനും ഏട്ടനും എല്ലാവരും കൂടെ ഒന്ന് പുറത്ത് പോയ ദിവസമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് നമ്മളെവിടെയാണ് പോയതെന്ന്. അപ്പോൾ നമ്മൾ കോട്ടൂരുള്ള ആന വളർത്തൽ കേന്ദ്രത്തിലോട്ടാണ് കേട്ടോ പോയത്. തനിക്കുട്ടൻ കുറേ ദിവസം കൊണ്ടേ പറയാണ് അവൾക്ക് ആനയെ കാണണമെന്ന്. അതുകൊണ്ട് നമ്മൾ കരുതി അവൾക്ക് ആനയെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കാം. അങ്ങനെ പോണ വഴിയിൽ ഒരു വീട്ടിൽ വെച്ച് കുറേ മങ്കിയെ കണ്ടു കേട്ടോ. ഗൈസ്, ഇതൊക്കെ തനിക്കുട്ടനെ കാണുമ്പോൾ ഒരു അത്ഭുതമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണിച്ചു കൊടുക്കാനാണ് ഞാൻ അവളെ കൊണ്ടുപോയത്. തനിക്കുട്ടൻ ഇങ്ങനെ ഇരുന്ന് നോക്കണുണ്ട് എല്ലാത്തിനും. ഗൈസ്, പിന്നെ പോകുന്ന വഴിയിൽ ഫുള്ള് സൈഡിൽ വ്യൂ എന്ന് പറയുന്നത് ഫുള്ള് റബ്ബറൊക്കെ ആയിരുന്നു. പിന്നെ അങ്ങനെ നമ്മൾ അവിടെ പോയി എത്തി. ഗൈസ്, എൻ്റെ അനിയത്തിയൊക്കെ പറയുന്നു അവിടെ വന്നതായിട്ട് ഓർമ്മയുണ്ടെന്ന്. ഗൈസ്, ഞങ്ങൾ കുഞ്ഞിലെ വന്നിട്ടുണ്ട് കാണാനൊക്കെ. അപ്പോൾ ആ ഇതിലാണ് തനിക്കുട്ടനെയും കൊണ്ട് പോകുന്നത് കേട്ടോ കാണാൻ. ആദ്യം പോയി നമ്മൾ അവിടെ നിന്ന് ടിക്കറ്റൊക്കെ എടുത്താലേ അകത്ത് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ പോയി ടിക്കറ്റൊക്കെ എടുക്കാൻ പോവുകയാണ്. അവിടെ പോയി എത്തിയാൽ തനിക്കുട്ടൻ ആനയെ കണ്ടാൽ മതി കേട്ടോ. ഗൈസ്, അവിടെ നിന്ന് കുറേ നടക്കേണ്ടി വന്നു കേട്ടോ. ഒരു 10 മിനിറ്റെങ്കിലും നടന്ന് അകത്തോട്ട് പോയപ്പോഴാണ് ആനയെ കണ്ടത്. അങ്ങനെ നമ്മൾ നടന്ന് ഒരു കാടിനകത്തോട്ടാണ് കേട്ടോ പോകുന്നത്. ഞാൻ പണ്ട് വന്നപ്പോൾ ആനയെ കുളിപ്പിക്കുന്നതും അങ്ങനെയൊക്കെ കണ്ടു. അപ്പോൾ അതൊക്കെ മോക്ക് കാണിച്ചു കൊടുക്കാമല്ലോ എന്ന് കരുതിയാണ് കൊണ്ടുപോയത്. അങ്ങനെ കുറേ നടന്നപ്പോൾ നമ്മളിതാ ഒരു ആനയെ കണ്ടു കേട്ടോ. ഗൈസ്, അങ്ങനെ തനിക്കുട്ടൻ്റെ അടുത്ത് കുറേ ദിവസം കൊണ്ട് ആനയെ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഫൈനലി നമ്മൾ ആനയെ കാണിച്ചു കൊടുത്തു. ഗൈസ്, നമ്മളപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞ് ആനയെ നേരത്തെ കുളിപ്പിച്ചെന്ന് കേട്ടോ. അപ്പോൾ തനിക്കുട്ടൻ നടക്കാൻ ഭയങ്കര മടിയാണ്. കുറച്ചുകൂടെ ചെറുതിലേ ഫുൾ അവൾക്ക് നടക്കണമെന്നായിരുന്നു ഇഷ്ടം. അപ്പോൾ അവളെ ആരെങ്കിലും ഒന്ന് എടുത്തോണ്ട് പോകുന്നതാണ് കേട്ടോ അവൾക്ക് ഏറ്റവും ഇഷ്ടം. ഗൈസ്, വീണ്ടും നമ്മൾ നടന്ന് കുറേ ദൂരം വന്നപ്പോൾ വീണ്ടും നമ്മൾ ഒരു ആനയെ കാണുകയാണ് കേട്ടോ. ഗൈസ്, അത് കഴിഞ്ഞ് ഒരു 2 മിനിറ്റ് നടന്ന് പോകാനുള്ള ദൂരം ഉണ്ടായിരുന്നുള്ളൂ. നടന്ന് പോയപ്പം വീണ്ടും നമ്മൾ ആനയെ കണ്ടു കേട്ടോ. ഈ ആന ഫുള്ളിങ്ങനെ ഡാൻസ് കളിച്ചിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. ഇത് കുഞ്ഞാനയാണ് ഗൈസ്, പക്ഷേ ഇത്രയും കണ്ട ആനയിൽ വെച്ച് ഈ ആന കൊള്ളായിരുന്നു കേട്ടോ. രണ്ടെണ്ണവും ഫുൾ ആക്റ്റീവായിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. മറ്റത്തിലൊക്കെ ഫുഡൊക്കെ കഴിച്ച് നിൽക്കുകയാണെങ്കിലും പക്ഷേ ഇത് നല്ല ആക്റ്റീവായിട്ട് ഡാൻസൊക്കെ കളിച്ച് നിൽക്കുകയാണ് കേട്ടോ. ഗൈസ്, ഇതിൽ മൊത്തം നമ്മൾ 4 ആനയെ കണ്ടു. അത് 4 കുഞ്ഞാനയായിരുന്നു കേട്ടോ. ഇത് കുറച്ച് പ്രായം കൂടിയ ആനയാണ്. ഇതിന് 45 വയസ്സായ കേട്ടോ. ഇത് നമ്മളെ ജംബോ സർക്കസ് ഒക്കെ ഇല്ലേ, അതിലുണ്ടായിരുന്ന ആനയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സൂ ഉണ്ടല്ലോ തിരുവനന്തപുരത്തുള്ള, അവിടെ ഉണ്ടായിരുന്നു. പിന്നെ 6 വർഷം കൊണ്ട് ഇവിടെയാണ് കേട്ടോ ഉള്ളത്. പിന്നെ ജംബോ സർക്കസിൽ മെയിനായിട്ട് ഇത് ഫുട്ബോളാണ് കേട്ടോ കളിച്ചിരുന്നത്. അത് നമ്മുടെ കേരളത്തിൽ തന്നെ ജനിച്ച് വളർന്ന ആനയാണ് കേട്ടോ. അത് കേരളത്തിലുള്ള ആനയാണ്. പിന്നെ ഈ ആനയ്ക്ക് മനുഷ്യൻ്റെ ആയുസ് തന്നെയാണ് ഉള്ളത് കേട്ടോ.
അപ്പോൾ നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഇവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും പ്രായം കൂടിയ ഒരു ആനയെ കാണാനാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അതങ്ങ് കുറേ ദൂരെ പോകണമായിരുന്നു കേട്ടോ. ഒരു തേരിയൊക്കെ കയറി കുറേ നടന്നു പോവേണ്ടി വന്നു. സോമ, ഇനി ഇതുവഴി നടന്ന് കുറേ ദൂരം പോകണം. നമ്മളവിടെ പോകുന്നു. ബോട്ടിങ് കാണാനാണ് പോകുന്നത്. ഇനിയും ഒരുപാട് ദൂരം നടക്കാനുണ്ട് നമുക്ക്. കൈസ് നടന്ന് അവിടെ എത്തിയിട്ട് പറഞ്ഞില്ലേ നിങ്ങള് കുളിക്കണ്ട കുളിക്കാൻ വന്നിരിക്കുകയാണ്. കൂടെ വന്നവരെയൊന്നും കാണാനില്ല. രണ്ടുപേരും അവിടെ ഇരുന്നു ഗൈസ്. എന്നിട്ട് തനുക്കുട്ടന് വെള്ളത്തിൽ നിന്ന് വരെ ഒട്ടും ഇഷ്ടമില്ല കേട്ടോ. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ കൊണ്ടുവന്നു അവളെ. ഇനി ഹാപ്പി ലാൻഡിൽ എനിക്കൊരു ദിവസം കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.